സൂരജ് ലാമയുടെ മരണത്തിൽ പോലീസിനെ വീണ്ടും രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ലാമയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എവിടെയെന്ന് കോടതി. കൊലപാതക സാധ്യത പോലീസ് എന്തടിസ്ഥാനത്തിൽ തള്ളിയെന്നാണ് കോടതിയുടെ ചോദ്യം. എന്ത് അന്വേഷണമാണ് നടക്കുന്നത് എന്നും എല്ലാം ലോകം കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, വളരെ നിർണായകമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. പോലീസിന് അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം. പറയൂ, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്? ലാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മകൻ സന്തൻ ലാമ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലെ നടപടികൾ ഇപ്പോഴും ഹൈക്കോടതി അവസാനിപ്പിച്ചിട്ടില്ല. ഇന്ന് അത് പരിഗണനയ്ക്ക് വന്ന സമയത്താണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എവിടെ എന്നുള്ളൊരു ചോദ്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെ മാത്രമേ ലഭിക്കൂ എന്നുള്ളതായിരുന്നു പോലീസ് ഇതിന് നൽകിയ മറുപടി. മറ്റന്നാൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായിട്ട് SHO നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകണം. അതിനിടയിലാണ് രൂക്ഷമായ ഭാഷയിൽ പോലീസിന്റെ നടപടിയെ ഹൈക്കോടതി വിമർശിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു മരണം കൊലപാതകം ആകാനുള്ള സാധ്യത എങ്ങനെയാണ് പോലീസ് തള്ളിക്കളയുന്നത്? എന്ത് അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ ലോകം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കണമെന്നാണ് ഹൈക്കോടതി പോലീസിനെ ഓർമ്മിപ്പിച്ചത്. നേരത്തെയും ഈ സൂരജ് ലാമയുടെ തിരോധാനത്തിലും മരണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ വിമർശനം പോലീസിന് നേരെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. പോലീസിന്റെ നിഷ്ക്രിയത്വം, സംവിധാനങ്ങളുടെ കൃത്യമായിട്ടുള്ള നടപടിയില്ലായ്മ, ഇതൊക്കെ തന്നെയാണ് സൂരജ് ലാമയുടെ അദ്ദേഹത്തെ കാണാതാവുകയും പിന്നീട് മരണപ്പെട്ട നിലയിൽ കാണേണ്ടി വന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. ഈ കളമശ്ശേരി HMDയുടെ വിജനമായ ഒരു പ്രദേശത്താണ് സൂരജ് ലാമയുടെ മൃതശരീരം കണ്ടെത്തിയത്. ഈ വിജനമായിട്ടുള്ള പ്രദേശത്തൊക്കെ തന്നെ പോലീസിന്റെ പരിശോധന എന്തുകൊണ്ട് ഇല്ലായിരുന്നു? അത്തരത്തിലുള്ള പരിശോധന ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു മരണം സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെ ലഭിച്ചതിന് ശേഷം മറ്റന്നാൾ ഈ റിപ്പോർട്ടുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകാനായിട്ടുള്ളൊരു നിർദ്ദേശം വീണ്ടും ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. മറ്റന്നാൾ ഈ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വീണ്ടും പരിഗണിക്കും. രേഷ്മ, സൂരജ് ലാമയുടെ മരണത്തിൽ പോലീസിനെ അതിരൂക്ഷമായ ഭാഷയിൽ വീണ്ടും വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി.